ജപ്തി എന്ന് പറയുന്ന സമ്പ്രദായം ഒഴിവാക്കി നിർത്തലാക്കി എന്ന് പറയുമ്പോഴും വിവിധ സഹകരണ ബാങ്കുകളും കേരള ബാങ്കുകളും അതോടൊപ്പം കോർപ്പറേറ്റ് ബാങ്കുകളും ഒക്കെ തന്നെ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൽ തന്നെ ഏകദേശം 400 കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ട്. ദളിതരുടെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയെ തുടർന്നാണ് ഇത്തരത്തിൽ 4 ദിവസമായി സത്യാഗ്രഹം അല്ലെങ്കിൽ സമരം നടത്തിയിരിക്കുന്നത്. അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാൻ ഈ ജനവിഭാഗത്തിന് അനുവദിക്കണം. ജപ്തി അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ദളിതരുടെ ആവശ്യങ്ങൾക്ക് ശരിക്കും ഒരു തരത്തിലുള്ള പിന്തുണയും നൽകുന്നില്ല. ആ നിയമത്തിലൂടെയാണ് അമിത അധികാരം ബാങ്കുകൾക്ക് നൽകിക്കൊണ്ട് ഈ ദരിദ്രരായ മനുഷ്യരുടെ കിടപ്പാടങ്ങൾ ബാങ്കുകൾ പിടിച്ചെടുക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ അനിശ്ചിതകാല സമരം എന്ന് പറയുമ്പോൾ ശരിക്കും ദളിതരുടെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയെ തുടർന്നാണ് ഇത്തരത്തിൽ 4 ദിവസമായി സത്യാഗ്രഹം അല്ലെങ്കിൽ സമരം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 4 ദിവസമായി ഇത്തരത്തിൽ സമരം നടക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തള്ളിക്കളയുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതോടൊപ്പം ജപ്തി അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ദളിതരുടെ ആവശ്യങ്ങൾക്ക് ശരിക്കും ഒരു തരത്തിലുള്ള പിന്തുണയും നൽകുന്നില്ല എന്നുള്ള വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ ജില്ലാ ചെയർമാനായിട്ടുള്ള സേതു ആണ് കൂടെയുള്ളത്. നമസ്കാരം ചേട്ടാ. ശരിക്കും എന്താണ് ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് നിങ്ങൾ വരാനുണ്ടായ സാഹചര്യം? സമരത്തിലേക്ക് വരാൻ തയ്യാറായ കാരണം എന്ന് പറയുന്നത് ഇപ്പം കോവിഡ് അത്തരം മഹാമാരികൾ കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ എല്ലാ ജനങ്ങളും സാമ്പത്തികമായിട്ട് തകർന്ന രീതിയാണ്. ഇപ്പം കേരളത്തിൽ തന്നെ തൊഴിലില്ലായ്മ അങ്ങനെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പം ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരായ അദാനി തൊട്ട് അംബാനി മുതലുള്ള ആൾക്കാർക്ക് വിജയ മല്യ പോലുള്ളവർക്ക് കോടികൾ ഈ രാജ്യത്തു നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയി മറ്റ് രാജ്യങ്ങളിൽ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് സർഫാസി എന്ന് പറയുന്ന ഒരു നിയമം ഇവിടുത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ആ സർഫാസി എന്നുള്ള നിയമം ജനവിരുദ്ധമാണ്, അത് മനുഷ്യവിരുദ്ധമാണ്. ആ നിയമത്തിലൂടെയാണ് അമിത അധികാരം ബാങ്കുകൾക്ക് നൽകിക്കൊണ്ട് ഈ ദരിദ്രരായ മനുഷ്യരുടെ കിടപ്പാടങ്ങൾ ബാങ്കുകൾ പിടിച്ചെടുക്കുന്നത്. അപ്പം സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് ദരിദ്രരായ ഒരു മനുഷ്യരുടെയും കിടപ്പാടങ്ങൾ ജപ്തി ചെയ്ത് അവരെ തെരുവിലെറിയാൻ അനുവദിക്കില്ല. ദരിദ്രരായ മനുഷ്യരുടെ ഇപ്പൊ ദളിത് ആദിവാസി മനുഷ്യരുടെ കടങ്ങൾ മുഴുവനും പൂർണ്ണമായിട്ട് സർക്കാർ എഴുതി തള്ളണം. അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാൻ ഈ ജനവിഭാഗത്തിന് അനുവദിക്കണം. അതുപോലെ തന്നെ സമൂഹത്തിലെ ദരിദ്രരായ എല്ലാ വിഭാഗം മനുഷ്യരുടെ കടങ്ങൾ ഈ ഇരിക്കുന്ന മനുഷ്യരെല്ലാം ജപ്തി നേരിടുന്നവരാണ്. അതിനോടൊപ്പം തന്നെയാണ് സർക്കാർ നിയമസഭയിലോ മുഖ്യമന്ത്രി വാർത്താ മാധ്യമങ്ങളിൽ കൂടെ പറഞ്ഞത് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യില്ലെന്ന് പറഞ്ഞതിന് ശേഷവും ഇവിടെ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകൾ ജപ്തി നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് ബാങ്കുകൾ. ഇപ്പം മുത്തൂറ്റി ആയാലും മഹേന്ദ്ര ആയാലും അത്തരം ബാങ്കുകൾ ജപ്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അനുവദിക്കാൻ പാടുള്ളതല്ല. ശക്തമായുള്ള കേരളത്തിൽ മൊത്തം സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനമുണ്ട്. അപ്പം സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം കേരളം ഒന്നാകെ അതിശക്തമായ സമരങ്ങൾ തന്നെയാണ് ഈ ദരിദ്ര ജനങ്ങൾക്ക് വേണ്ടി. അല്ലല്ല, ഇത് നമ്മളിപ്പോ 4 ദിവസമായോണ്ട് ആൾക്കാർ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ഇപ്പൊ നിലവിൽ ഈ ഒരു നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ഇവിടെ എത്രത്തോളം ആളുകളുണ്ട് ജപ്തി ഭീഷണി നേരിടുന്നത്? ഇപ്പം നമ്മളെ പ്രസ്ഥാനത്ത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ ഏകദേശം സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൽ തന്നെ ഏകദേശം 400 കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഉള്ളവരെല്ലാം ജപ്തി നേരിടുന്നവരാണ്, അല്ലെങ്കിൽ അവര് മറ്റ് ജപ്തിയുമായിട്ട് അടുത്ത നടപടിയിലേക്ക് നിൽക്കുന്നവരുമാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് സേതുവാണ്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഈ ഇരിക്കുന്നവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കടക്കണിയിൽ അല്ലെങ്കിൽ അവരുടെ വീട് ജപ്തിയാവുന്ന സാഹചര്യത്തിൽ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്നുള്ള ആദിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കേരള സർക്കാരുകളുടെ ശ്രദ്ധയിലേക്കാണ് ജപ്തി എന്ന് പറയുന്ന സമ്പ്രദായം ഒഴിവാക്കി നിർത്തലാക്കി എന്ന് പറയുമ്പോഴും വിവിധ സഹകരണ ബാങ്കുകളും കേരള ബാങ്കുകളും അതോടൊപ്പം കോർപ്പറേറ്റ് ബാങ്കുകളും ഒക്കെ തന്നെ ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള വസ്തുതയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം വിൽവനിക്സൺ ഡിസ്പാച്ച്.